മുഖച്ഛായ മാറുന്നു. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭൂമിയിൽ ഉയരുന്ന വൻ കെട്ടിട സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. റെയിൽവേ പാട്ടത്തിന് നൽകിയ ഭൂമിയിലാണ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടറും പ്രവാസി വ്യവസായിയുമായ ഡോക്ടർ MB ഹസൻകുഞ്ഞിയുടെ നേതൃത്വത്തിലുള്ള HK ടെക്സ്വർത്ത് ഇൻ്റർനാഷണൽ എന്ന കമ്പനിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യവസായികളായ ജെയിൻ സഹോദരന്മാർ ലളിത് ജെയിനും വിക്രം ജെയിനും പദ്ധതിയുടെ പാർട്ട്ണർമാരാണ്. Similarly, in Chennai, also we are also doing in Delhi, Sirsa, Haryana also we are doing. So this proposal came about 3 years back. Kannur, we visited the place here and we saw, and we in fact were looking for a developer locally who can visualize the future here. It is his greatness that he is telling that we are the brain behind it, but actually he is the man behind this project. He has totally changed the design and looked for the Kannur development. He has got a different dream for Kannur. റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്ത് റെയിൽവേയുടെ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിക്കാണ് ആദ്യം തുടക്കം കുറിച്ചത്. കിഴക്കേ കവാട പരിസരത്തെ 2.26 ഏക്കറിൽ റെയിൽവേക്കായി നിർമ്മിച്ചു നൽകുന്ന റെയിൽവേ കോളനി സമുച്ചയത്തിൻ്റെ പണിയും ഉടൻ ആരംഭിക്കും. ആരോഗ്യ കേന്ദ്രം 3 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ 4.93 ഏക്കർ ഭൂമിയിൽ വാണിജ്യ സമുച്ചയവും ഉയരുന്നുണ്ട്. പ്രോജക്റ്റിനെ കുറിച്ച് ഡോക്ടർ MB ഹസൻകുഞ്ഞി വിശദീകരിച്ചു. will be left for the future development. There is a plan. 23 meter road will be widened. So both side has to be left something. നമ്മൾ അതൊക്കെ വിട്ടിട്ട് അതിനുശേഷം കുറേ സ്ഥലം വിട്ടിട്ടാണ് അപ്പം ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിൻ്റെ മുഖച്ഛായ കംപ്ലീറ്റ് മാറും. there will be about 10 meter ബാക്ക് സൈഡ്. അതിപ്പം കാണുന്ന ആ മതിലിൽ നിന്ന് 10 മീറ്ററോളം പിറകിലായിട്ടാണ് ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള ഈ ബോട്ടിൽ നെക്ക് കംപ്ലീറ്റ് പോകും. അപ്പം ഈ കോർപ്പറേഷന് നാളെ റോഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മാത്രം ചെയ്തതല്ല, റെയിൽവേ തന്നെ അതിൽ പ്ലാനിൽ കൃത്യമായി ദേ ഹാവ് മെൻഷൻ റോഡ് വൈഡനിങ് ഷുഡ് ബി കൺസിഡേർഡ്. ദാറ്റ് ഇസ് വി ഹാവ് കൺസിഡേർഡ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം കാണുന്നത് നമ്മുടെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റാണ്. ഇപ്പം തന്നെ ഓൾറെഡി ബോട്ടിൽ നെക്കാണ്. അതിനും റെയിൽവേ ഓൾറെഡി ന്യൂ പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. The entry will be from the Munisharan Kovil, from there will entry, and will exit from the MRI from here, and there will be another exit also. There will be multiple exit, plus our commercial complex has the view, the passage from railway to the station, so people can easily walk in and go out. 800 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ടാകും. 400 കാറുകൾക്ക് മൾട്ടി ലെവൽ സംവിധാനവും അത്ര തന്നെ കാറുകൾക്ക് ബേസ്മെൻറ്റിലും പാർക്ക് ചെയ്യാനാകും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങൾ ആദ്യം എത്തുമ്പോൾ നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും മേജർ കൺസേൺ ആണ് ദ പാർക്കിംഗ്. സോ ആസ് ദി ഡെവലപ്പർ വാട്ട് വി ഹാവ് ഗിവൺ പ്രയർ ഇമ്പോർട്ടൻറ്റ് ഈസ് ടു ക്രിയേറ്റ് ആൻ എക്സ്പീരിയൻസ് ടു ദ കണ്ണൂർ പീപ്പിൾസിന് വേണ്ടിയിട്ട്, കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആദ്യം ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത് തന്നെ കണ്ണൂരിലെ പാർക്കിംഗ് ഇഷ്യൂസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനാണ്. സോ വി ആർ ക്രിയേറ്റിംഗ് 5 നിലകളുള്ള എളുപ്പത്തിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന, മാനുവലി പാർക്ക് ചെയ്യാൻ പറ്റുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്. 400ഓളം കാറുകൾ അറ്റ് എ ടൈം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ന്യൂജൻ ഫെസിലിറ്റീസ് ഉള്ള പുതിയ ഒരു പാർക്കിംഗ് ഫെസിലിറ്റിയാണ് നമ്മൾ കണ്ണൂരിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ണൂരിലെ ജനങ്ങൾക്ക് ഇനി സമാധാനത്തോടു കൂടി റെയിൽവേ സ്റ്റേഷനിൽ വരികയും കവേർഡ് ആയിട്ടുള്ള, എൻക്ലോസ്ഡ് ആയിട്ടുള്ള, നിങ്ങളുടെ വണ്ടികൾക്ക് കേടുപാടുകൾ പറ്റാത്ത സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യമായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം. അത് ഉടനെ തന്നെ സംഭവിക്കുകയാണ്. വിത്തിൻ എ 6 to 7 months of time, the MLCP, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് വിൽ ബി എ റിയാലിറ്റി. സീനിയർ ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനുള്ള വില്ലകളും നിർമ്മിക്കുന്നുണ്ട്. റെയിൽവേ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനും നഴ്സറി സ്കൂളിനും സൗകര്യം ഉണ്ടാവും. റെയിൽവേ ഭൂമി 45 വർഷത്തേക്ക് 24.53 കോടി രൂപ പാട്ടത്തിനെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. റെയിൽവേ മുത്തപ്പൻ മടപ്പുരയിലെ പവനൻ മടയൻ്റെ കാർമ്മികത്വത്തിൽ ഭൂമി പൂജയോടെയാണ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത്.
റഷീദ് സഖാഫിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. സദേൺ റെയിൽവേ ഡിവിഷണൽ ജനറൽ മാനേജർ മധുകർ റോത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. So we hope that we will develop this thing as one of the best example available in Indian Railway. All the best to the entire team. അഡീഷണൽ DRM ജയകൃഷ്ണനും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,